إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വിലപിടിപ്പുള്ള അനുഗ്രഹമായി കാണുന്ന സമ്പത്താണ് സന്താനങ്ങൾ എന്നത്. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ അത്രയേറെ ആശയും ആശങ്കയും സ്നേഹവും ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. അത് മനുഷ്യ സഹജമായ നമ്മുടെ സ്വഭാവവുമാണ്. ആ മക്കളെ സംബന്ധിച്ചിടത്തോളം രണ്ട് രൂപത്തിലുള്ള ആഖ്യാനങ്ങൾ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ഒന്ന്, അവർ അനുഗ്രഹമാണ് എന്നും അതോടൊപ്പം പരീക്ഷണമാണ് എന്നും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ മക്കളെ സംബന്ധിച്ച് നമുക്ക് നൽകുന്ന മറ്റൊരു ഗുണദോഷമാണ്, നിർദ്ദേശമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറുഹും. വിശ്വാസികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇണകളിൽ നിന്നും അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളെ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. ഫഹ്ദറുഹും, നിങ്ങൾ ആ ശത്രുതയെക്കുറിച്ച് ജാഗ്രത പുലർത്തണം എന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഇണയും, അത് ആരോ ആകാം, ഭാര്യയുമാകാം ഭർത്താവുമാകാം, ഇണകളും അതുപോലെ തന്നെ സന്താനവും എങ്ങനെയാണ് ശത്രുക്കളായി വർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ കൂടെ സ്വർഗത്തിന് തടസ്സമാകുന്ന വിധത്തിൽ നമ്മളുടെ സ്നേഹം വഴിമാറി പോകുമെന്നാണ് തഫ്സീറുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കെല്ലാം മറന്ന് നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ ഇഷ്ടപ്പെടുകയും നമ്മൾ ചേർത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മുടെ വീട്ടിലുള്ളവർ, കുടുംബം, വിശേഷിച്ച് നമ്മുടെ മക്കൾ, അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ, ഇണകൾ എന്ന് പറയുന്നത്. അവരുടെ ഇഷ്ടത്തിനും തൃപ്തിക്കും ഒക്കെ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം നമ്മൾ ക്രമീകരിക്കുക. ആ ഇഷ്ടത്തിനനുസരിച്ചുള്ള നമ്മുടെ ക്രമീകരണം നമ്മുടെ നരകത്തിന് അവകാശപ്പെടുത്താൻ പറ്റുന്നതാകാൻ പാടില്ല, സ്വർഗം നഷ്ടപ്പെടുത്തുന്നതാകാൻ പാടില്ല. ആ വിധത്തിൽ ക്രമീകരണമാകുമ്പോഴാണ് അവർ നമ്മുടെ ശത്രുക്കളായി തീരുക. അതുകൊണ്ട് ജാഗ്രത പുലർത്തി അത്തരം കാര്യങ്ങളിൽ ഇടപെടണം എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
സന്താനങ്ങൾ അത് എത്രമാത്രം വലിയ അനുഗ്രഹമാണ് എന്ന് വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം നമുക്കൊക്കെ അറിയാം. നമ്മൾ കുട്ടികളുടെ കൈ പിടിച്ച് നടക്കുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ, അപകടങ്ങൾ അവരെ വന്ന് പിടിക്കാതിരിക്കാൻ സദാസമയം നമ്മൾ ജാഗ്രത കാണിക്കാറുണ്ട്. അതോടൊപ്പം അവരുടെ ആരോഗ്യത്തിനും അവരുടെ വളർച്ചക്കുമൊക്കെ ദോഷമായി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു മനസ്സിലാക്കി നമ്മൾ ഇടപെടാറുമൊക്കെയുണ്ട്. പക്ഷെ ആ ഇടപെടലിൽ നമ്മൾ മറന്നുപോകുന്ന, നമ്മൾ അത്ര തന്നെ കാര്യമായി എടുക്കാത്ത പലതും നമ്മുടെ അരികിലൂടെ സംഭവിച്ചു പോകുന്നുണ്ട്. ഒരു പക്ഷേ അതിന്റെ കാരണം, അത്തരം ചതികളിലും അത്തരം അപകടങ്ങളിൽ നമ്മൾ പെടാനുള്ള കാരണങ്ങൾ രണ്ടാണ്. ഒന്നുകിൽ നമുക്ക് കുട്ടികളോട് ഗുണദോഷിച്ച് അവരെ സംസ്കരിച്ചെടുക്കാനുള്ള അവകാശം, അതിനുള്ള അർഹത ധാർമ്മികമായി ഇല്ലാതിരിക്കുക. രണ്ടാമത്തെ കാര്യം, അവർ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചതിക്കുഴിയെക്കുറിച്ച് നമുക്ക് തന്നെ വേണ്ട വിധത്തിൽ ബോധവൽക്കരണം ലഭിക്കാതിരിക്കുക. പലപ്പോഴും ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് സന്താനങ്ങളുടെ, മക്കളുടെ വിഷയത്തിൽ ആളുകൾ സങ്കടത്തിൽ അകപ്പെട്ടു പോകുന്നത്, ചതിയിൽ അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, ഭൂരിഭാഗം വരുന്ന വിദ്യാർത്ഥികളും കൗമാരപ്രായക്കാരായ വിദ്യാർത്ഥികൾ, പ്രായക്കാരായ വിദ്യാർത്ഥികൾ 2 മാസത്തെ ദീർഘമായ ഒരു അവധിക്കാലത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ അവധിക്കാലം എന്ന് പറയുന്നത് സ്വാഭാവികമായി നമ്മുടെ ജീവിതക്രമം അനുസരിച്ച് കുട്ടികൾക്ക് മാത്രമല്ല അത് ബാധിക്കുക, മറിച്ച് അവരുടെ ഒരു പഠനത്തിന്റെയും അവരുടെ ദൈനംദിന കാര്യങ്ങൾക്കും അനുസരിച്ചാണ് കുടുംബത്തിന്റെ തന്നെ ക്രമീകരണങ്ങൾ പലപ്പോഴും ഉണ്ടാവുക. അതുകൊണ്ട് അവധിക്കാലം പ്രവേശിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ ചെറുതും വലുതുമൊക്കെ ആയി സംഭവിക്കാറുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വീട്ടിലെ കുട്ടികളെ സംബന്ധിച്ച്, അവരുടെ വളർച്ചയെ സംബന്ധിച്ച്, അവരുടെ ഇടപെടലുകളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ധാരണയില്ല എങ്കിൽ വലിയ അപകടം സംഭവിക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല. എത്രയെത്ര ഉദാഹരണങ്ങളാണ് വാർത്തകളായും മറ്റുമൊക്കെയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾ അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് മാറി അവർ ഉന്നത പഠനത്തിന് വേണ്ടി പോകുന്ന സ്ഥലങ്ങളിൽ, സ്ഥാപനങ്ങളിൽ അവരെത്തിപ്പെടുന്ന നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അപകടങ്ങൾ, സഹപാഠിയുടെ കൊലപാതകത്തിലേക്ക് എത്തുന്ന, ലഹരി അടക്കമുള്ള അഡിക്ഷനുകളിലേക്ക് കുട്ടികൾ എത്തുന്ന വാർത്തകൾ വളരെ പരിതാപകരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ വളരെ സചുന്തിതമായി നമ്മൾ എന്താക്കണം, ജാഗ്രതയോടുകൂടെ എടുക്കണം. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധ ഖുർആൻ നമുക്കുള്ള ഒരു അമാനത്തായി തന്നെ ഏൽപ്പിച്ചതാണ് നമ്മുടെ സന്താനങ്ങൾ എന്ന ഓർമ്മ നമ്മളിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. ആമുഖമായി ഞാൻ ഓതി വെച്ച ആയത്തതാണ്, യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിച്ചു കൊള്ളണം. വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ നരകം എന്ന് പറയുന്നത്, അതിന്റെ ഇന്ധനമായി വർത്തിക്കുന്നത്, അതിന്റെ തീ ആളിക്കത്തിക്കാൻ ഉപയോഗിക്കുന്ന 2 ഘടകങ്ങൾ, അത് പാറക്കല്ലുകളും മനുഷ്യരുടെ പച്ചയായ ശരീരവുമാണ്. അലൈഹ മലായിക്കത്തുൻ ഗിലാലുൻ ഷിദാദ്. ഉഗ്രകോപികളും പരുഷ സ്വഭാവികളുമായ മലക്കുകളെ അള്ളാഹു അതിന് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലാ യഅ്സുനല്ലാഹ മാ അമറഹും. അള്ളാഹു ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവർ പിന്നെ ഒരിക്കലും അതിനോട് അനുസരണക്കേട് കാണിക്കുകയില്ല. വയഫ്അലുന മാ യുഅ്മറൂൻ. ആ നരകത്തിൽ കിടക്കുന്നവർ ആർത്ത് കരയുന്നത്, അവരുടെ വേവലാതികൾ, അവരുടെ സങ്കടങ്ങൾ, അതൊന്നും ആ കാവൽ നിൽക്കുന്ന മലക്കുകളെ ഒട്ടുമേ ഒരു പ്രയാസം അവർക്ക് ഉണ്ടാക്കുകയില്ല. അവർക്കൊരു ചാഞ്ചല്യം ഒരിക്കലും ഉണ്ടാവുകയില്ല. അവർ ഏൽപ്പിച്ച ചുമതല വളരെ കൃത്യമായി നിർവഹിക്കുന്ന വിധത്തിൽ പരുഷ സ്വഭാവികളാണ് എന്ന് നരകത്തിന്റെ കാവൽക്കാരെ കുറിച്ച് ഓർമ്മപ്പെടുത്തി അള്ളാഹു പറയുകയാണ്. ആ നരകത്തെ തൊട്ട് നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എങ്ങനെയാണ് കുടുംബത്തെ കാത്തു സൂക്ഷിക്കുക? ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരൊക്കെയും നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം, അതിന്റെ ചുരുക്കത്തെ കുറിച്ച് പറഞ്ഞാൽ, അല്ലിമു ഔലാദക്കും വഅദ്ദിബൂഹും. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അവരെ പഠിപ്പിക്കണം, ധാർമ്മികത പഠിപ്പിക്കണം, മര്യാദ പഠിപ്പിക്കണം. അതിന് നിങ്ങൾ സമയം കണ്ടെത്തണം എന്നതാണ് ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. സഹോദരങ്ങളെ, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നതിൽ നമുക്കൊരു വീഴ്ച ഉണ്ടാകാൻ പാടില്ല. സമയത്തിന് ജോലി സ്ഥലത്തെത്തി ജോലി ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കലും വസ്ത്രം വാങ്ങിക്കൊടുക്കലും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതൊക്കെ നമ്മൾ കൃത്യമായി ചെയ്യുന്നുണ്ട്. എന്നാൽ അവർക്ക് ധാർമ്മിക ശിക്ഷണം കൊടുക്കൽ നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നിടത്ത് നമുക്ക് പല വിധത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. മദ്രസയിൽ കൊണ്ട് ചേർക്കുക എന്നത് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന്റെ മാർഗങ്ങളിൽപ്പെട്ടൊരു മാർഗമാണ്, അല്ലെ? നമ്മൾ ആലോചിച്ചു, നമ്മൾ വരുമാനമുള്ളവരാണ്, നമ്മൾ സമ്പത്ത് സമ്പാദിക്കുന്നവരാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള ഉമ്മമാർ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ കാര്യങ്ങൾ നോക്കി നടത്തുന്നവരാണ്. അവരെ വസ്ത്രം ധരിപ്പിക്കുക എന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവർക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു വസ്ത്രം ഒരു കടയിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റു കടയിലേക്ക് പോകും.
അല്ല നമ്മുടെ വീട്ടിന് അടുത്തൊരു കട ഉണ്ട്, അവിടെ നമ്മൾ പോയി അവന് യോജിക്കുന്ന വസ്ത്രമൊന്നും കിട്ടിയില്ല, അപ്പൊ നമ്മൾ പറയാം എന്താപ്പ ചെയ്യാ, അവിടെ വസ്ത്രമല്ല എന്ന് നമ്മൾ പറഞ്ഞ് നമ്മുടെ കൈ കഴുകി വെക്കുന്ന ഒരു അവസ്ഥ ഭൗതികമായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നിടത്ത് നമ്മൾ കാണിക്കാറില്ല. നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ തൊട്ടടുത്തൊരു സ്കൂളുണ്ട്, അത് പോരാ എന്ന് നമുക്ക് മനസ്സിലായാൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസം തേടിപ്പിടിച്ച് കണ്ടെത്താൻ, അവിടേക്ക് എത്താനും തിരിച്ചു വരാനും ഒക്കെയുള്ള മാർഗങ്ങൾ ചെയ്തു കൊടുക്കാൻ രക്ഷിതാവ് എന്ന ഉത്തരവാദിത്വത്തിൽ നമ്മൾ നിർവഹിക്കും. എന്നാൽ ധാർമ്മിക അധ്യാപനം വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നിടത്ത് അതിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടുന്ന് കിട്ടുന്നില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോകണം, എന്നിട്ട് അത് അവർക്ക് കൊടുക്കണം എന്നൊരു നിർബന്ധ ബുദ്ധി രക്ഷിതാക്കളിൽ പലരിലും ഇല്ല എന്നത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ നോക്കൂ, നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളിലേക്ക് നോക്കൂ, അവർ നിർവഹിച്ച ഉത്തരവാദിത്തങ്ങളിലേക്ക് നോക്കൂ. അള്ളാഹുവിനെ കുറിച്ച് നമ്മുടെ കുട്ടികൾ ആദ്യമായി കേൾക്കേണ്ടത്, പഠിക്കേണ്ടത് മാതാപിതാക്കളുടെ വാക്കിൽ നിന്നാണ്, അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. പക്ഷേ എത്ര കണ്ട് രക്ഷിതാക്കൾക്ക് അത് വളരെ ആത്മാഭിമാന ബോധത്തോടുകൂടെ പറയാൻ പറ്റും? നമ്മളാണ് കുട്ടികൾക്ക് ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളാണ് കുട്ടികൾക്ക് ചുറ്റിലും കാണുന്ന പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ പേരുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളാണ് കുട്ടികൾക്ക് മാസങ്ങളുടെ പേരുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മളാണ് കുട്ടികൾക്ക് അവരുടെ വാക്കിനനുസരിച്ച് ഉരുവിടാൻ പറ്റുന്ന ചെറിയ ചെറിയ പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പ്രപഞ്ചത്തിലെ ഈ കണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മദ്രസയിലെ, പള്ളി കമ്മിറ്റിയിലെ ചില ആളുകളുടെ മാത്രം ബാധ്യതയാണ് എന്ന വൃഥാവിലായ തെറ്റിദ്ധാരണയാണ് പല രക്ഷിതാക്കൾക്കും ഉള്ളത്. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാ. വാക്കുകൾ കൂട്ടി പറയാൻ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ, അവർ കാണുന്ന പ്രപഞ്ചത്തിലെ പലവിധ കാര്യങ്ങളും അന്വേഷിച്ച് പഠിക്കുന്ന പ്രായത്തിൽ തന്നെ, കുഞ്ഞെ, ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെല്ലാം സംവിധാനിച്ചതിന്റെ പിന്നിൽ, സൂര്യനും ചന്ദ്രനും സംവിധാനിച്ചതിന്റെ പിന്നിൽ, നമ്മുടെ ജീവിതം തെല്ലൊന്നും പ്രയാസമില്ലാതെ പോകുന്നതിന്റെ പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ രക്ഷിതാക്കളെ കൊണ്ട് പലപ്പോഴും ആ ഒരു ബോധത്തിലേക്ക് രക്ഷിതാക്കൾ ഉയരുന്നില്ല. ഇനി ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നിടത്ത് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നിടത്താണെങ്കിൽ വലിയ അപാകത ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഉയർന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉണരേണ്ടത്, ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കുട്ടിക്ക് വേണ്ട വിധത്തിൽ ധാർമ്മികമായ ബോധമില്ലെങ്കിൽ, പരലോക ബോധമില്ലെങ്കിൽ, അത് അവരുടെ മനസ്സിൽ ചെറുപ്രായത്തിൽ തന്നെ സന്നിവേശിപ്പിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മളെന്ന രക്ഷിതാവ്, നമ്മളെന്ന ഉപ്പ, നമ്മളെന്ന ഉമ്മ അവർക്ക് എത്രയൊക്കെ സംവിധാനങ്ങൾ, എത്രയൊക്കെ കാര്യങ്ങൾ ദുനിയാവിൽ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാലും പരാജയമാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ കുറ്റക്കാരാണ് എന്നതിൽ തർക്കമില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇങ്ങനൊക്കെ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, കുറഞ്ഞ സമയം എൻഗേജ് ചെയ്യാൻ അവരെ അതിനുവേണ്ടി പര്യാപ്തമാക്കുകയും ചെയ്തിട്ട് എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ പറയാൻ പറ്റുമോ? മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ അരികിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്ന സന്ദർഭം നമുക്കറിയാം. ആ കുട്ടി ഒന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല. ആ ഉപ്പയെ അനുസരിക്കാത്ത കുഞ്ഞായി അവൻ പ്രതികരിക്കുമ്പോൾ അതിലൊന്ന് ഉപദേശിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുവരാണ്. യാ അമീറുൽ മുഅ്മിനീൻ, എന്റെ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം, അങ്ങൊന്ന് ഉപദേശിക്കണം. അമീറുൽ മുഅ്മിനീൻ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ വിളിച്ചു വരുത്തി. എന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചു. നിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ കേസ് ഷീറ്റ് ഉണ്ട്, അതൊക്കെ ശരിയാണോ? ആ കുട്ടി പറഞ്ഞൊക്കെ ശരിയാണ്, ഉപ്പ എന്നെ കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളൊക്കെ എന്നിലുണ്ട്. അപ്പോ എന്താണ് അതിന്റെ പ്രശ്നമെന്ന് അന്വേഷിച്ചപ്പോ കുട്ടി തിരിച്ചു ചോദിക്കാണ്, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഉപ്പക്ക് മാത്രമല്ലല്ലോ, ഉപ്പ എനിക്കും ചില ബാധ്യതകളൊക്കെ നിർവഹിച്ചു തരാനില്ലേ? ഉണ്ട്. എന്തൊക്കെയാണത്? നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കണം. അഥവാ ധാർമ്മിക ബോധത്തിൽ വളരാൻ പറ്റുന്ന സാഹചര്യം വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടതിന്റെ ഒന്നാമത്തെ പടിയാണ് നല്ല ഇണയെ തിരഞ്ഞെടുക്കുക, അല്ലെ? അവിടെ നിന്ന് കുട്ടികളോടുള്ള ബാധ്യത ആരംഭിക്കുന്നുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, പഠിപ്പിക്കുന്ന, ബോധം കുട്ടികളെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്ന ഒരു ഉമ്മയെ തിരഞ്ഞെടുക്കാൻ ഉപ്പാക്ക് പറ്റണം. ഒരു ഉപ്പയെ തിരഞ്ഞെടുക്കാൻ ഒരു ഉമ്മാക്ക് പറ്റണം. അത് നമ്മളെ പഠിപ്പിക്കുന്ന വളരെ വിശാലമായ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, ധാർമ്മിക അന്തരീക്ഷത്തിൽ വളരാൻ പറ്റുന്ന ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാകണം, ഉറപ്പുവരുത്തണം. നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമ്മുടെ വീടിനെ കുറിച്ച് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം, ഉമർ റളിയല്ലാഹു പറഞ്ഞു, നല്ലൊരു പേരിടണം. ആളുകളൊക്കെ അവനെ വിളിക്കുന്നത് മോശത്തരാകാൻ പാടില്ല, വങ്കത്തരാകാൻ പാടില്ല. ആളുകളൊക്കെ ഒരാളെ പൊട്ടനെന്നും മൊയ്ന്ത് എന്ന് വിളിച്ചാൽ പിന്നെ ആ കുട്ടി അങ്ങനെ വളരുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അവന് നല്ല ഇഹ്സാനുള്ള പേര് അവൻ ഇട്ടു കൊടുക്കണം. ആളുകൾ അവനെ വിളിക്കുമ്പോൾ തന്നെ അതൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കും. മൂന്നാമത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുട്ടിക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പൊ കുട്ടി പറഞ്ഞു, എന്റെ ഉപ്പ എനിക്ക് 3 കാര്യങ്ങളും ചെയ്തു തന്നിട്ടില്ല. എന്റെ ഉമ്മ ഒരു യഹൂദിയായ സ്ത്രീയാണ്, ആ കാര്യത്തിൽ ഉപ്പ ശ്രദ്ധ പുലർത്തിയിട്ടില്ല. എനിക്കിട്ട പേരും മനോഹരമായ അർത്ഥം വരുന്ന ഒരു പേരല്ല, എന്റെ ഉപ്പ എന്നോട് ബാധ്യത പൂർത്തിയാക്കിയിട്ടില്ല. മൂന്നാമത്തത്, എന്റെ ഉപ്പ എനിക്ക് ദീന് പഠിപ്പിച്ചു തന്നിട്ടുമില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം, ഈ മകൻ ചെയ്യുന്ന എല്ലാ തെറ്റിന്റെയും ഒരു പങ്ക് താങ്കൾക്കുള്ളതാണ്, ആ ഒരു താങ്കൾക്കൂടുള്ളതാണ് എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾ
നമ്മുടെ കയ്യിലുള്ളപ്പോഴും നമ്മുടെ പരിസരത്തുള്ളപ്പോഴും അല്ലാത്തപ്പോഴും പ്രായപൂർത്തി എത്തി അവരൊരു വ്യക്തിയായി വളർന്ന് സ്വയം തീരുമാനം എടുക്കുന്നത് വരെയുള്ള കാലം അവരിൽ സ്വാധീനം ചെലുത്താൻ, അവരുടെ ചിന്തയെ സ്വാധീനിക്കാൻ പറ്റുന്ന കാലത്ത് നമ്മൾ അവരെ വളർത്തുന്നിടത്ത് എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം വളരെ വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടത് ഇവിടെയല്ല, പരലോകത്ത് അള്ളാഹുവിനോട് കൂടെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവ് ഈ ഘട്ടത്തിൽ വളരെ കാർക്കശ്യത്തോടു കൂടെ ഉണ്ടാകേണ്ടത്, കഴിഞ്ഞ 10 മാസം നമ്മുടെ കുട്ടികൾ അവരുടെ ജീവിതത്തിൽ 6-7 മണിക്കൂർ, അത് കഴിഞ്ഞാൽ വീട്ടിൽ വന്നുള്ള പഠിപ്പും കാര്യങ്ങളും ഒക്കെയായി അവർ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ നല്ലൊരു ഭാഗം ഇങ്ങനെ പല കാര്യങ്ങളിൽ അവർ വ്യാപൃതരാണെങ്കിൽ ഇനി അതൊന്നുമില്ല. നമ്മുടെ കുട്ടികൾ പുറത്തു പോകുന്നുണ്ട്, കളിക്കുന്നുണ്ട്, സമൂഹമായി ഇടപഴകുന്നുണ്ട്. അവരുടെ പകൽ സമയം മുഴുവൻ എങ്ങനെയാണ് ചെലവഴിക്കുന്നിടത്ത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ അപകടത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടാകണം. നോക്കൂ, പ്രത്യേകിച്ചും അവരുടെ അതിനു മുമ്പ് ഒരു വിഷയം കൂടെ ഉള്ളത്, ഈ കാര്യം കുട്ടികളെ വളർത്തുന്നിടത്ത് നല്ലൊരു മാതൃകയായിക്കൊണ്ട് നമ്മൾ മാറുക എന്നത് നമ്മുടെ കുട്ടികളോടുള്ള ബാധ്യതയിൽപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുട്ടികൾ, പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മനഃശാസ്ത്രവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ ഒരിക്കലും തന്നെ അവലംബിക്കുക എന്തിനെയല്ല, നമ്മൾ അവരെ എഴുതി പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെയല്ല. മദ്രസയിൽ നിന്ന് അവർ പല വിഷയങ്ങളുടെ ചട്ടക്കൂടിൽ നിന്ന് ചോദ്യോത്തരങ്ങൾ എഴുതി പഠിക്കുന്നുണ്ട്, കളവ് പറയാൻ പാടില്ല. അവർ ചോദ്യോത്തരങ്ങൾ എഴുതി മാച്ച് ദ ഫോളോയിങ് എഴുതി ചേരുംപടി ചേർത്ത് വിട്ടഭാഗം പൂരിപ്പിച്ച് ഒരു അക്കാദമികമായി കുട്ടികൾ പഠിക്കുന്നുണ്ട്, ആളുകൾ വഞ്ചിക്കാൻ പാടില്ല. ഹറാമായത് കാണാൻ പാടില്ല, ഹറാമായത് അനുഭവിക്കാൻ പാടില്ല, ഹറാമായത് ഏതെങ്കിലും നിലക്ക് ആസ്വദിക്കാൻ പാടില്ല എന്ന് അവർ പഠിക്കുന്നുണ്ട്. പക്ഷേ അവർ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതാണ് അവരുടെ പാഠപുസ്തകം. അവരുടെ കണ്ണുകൾ സദാസമയം നിങ്ങളുടെ മേലാണ് കെട്ടിയിട്ടിട്ടുണ്ടാവുക. അവർ ചെയ്യുന്ന നന്മകളൊക്കെ നിന്നിൽ നിന്ന് അവൻ പകർത്തുന്നതായിരിക്കും. ഇനി അവന്റെ ജീവിതത്തിൽ അവൻ മോശമായി മാറ്റി നിർത്തുന്നതൊക്കെ, ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നീയും കൂടെ ഉത്തരവാദിയായിരിക്കും. നമ്മൾ നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ, നമ്മൾ വീട്ടിൽ കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യുന്ന മാതാവാണെങ്കിൽ, നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുമ്പോൾ തന്നെ അവർ ഇമിറ്റേറ്റ് ചെയ്യും. നോക്കൂ, നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ അവരുടെ വീട്ടിൽ അവർ കാണുന്ന മുതിർന്നവർ ചെയ്യുന്നത് പോലെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ആൺകുട്ടികളാണെങ്കിൽ ഉപ്പയെ പോലെ വാഹനം ഓടിക്കണമെന്ന് ചെറുപ്പത്തിലെ അവർ ചിന്തിക്കും, അവരത് ഇമിറ്റേറ്റ് ചെയ്യും. ഇനി ആൺകുട്ടികളാണെങ്കിലും തന്നെ വീട്ടിലുള്ള ഉമ്മമാർ അടുക്കളയിൽ എടുക്കുന്ന പണി പോലെ അവർ ഇമിറ്റേറ്റ് ചെയ്യും. മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പക്വതയോടെ ഞാൻ ചെയ്യണമെന്ന് കുട്ടി വിചാരിക്കും, അവർ ഇമിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മുടെ കുട്ടികൾ എപ്പോഴെങ്കിലും ഒക്കെ ഒരു മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നതായി കളിക്കുന്നില്ലെങ്കിൽ അപകടമാണത്. നമ്മളിൽ നിന്ന് അത്തരം ഒരു സ്വഭാവം അവർ കാണുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 ചട്ടകം എടുത്താൽ അത് തുറന്ന് അവർക്ക് മനസ്സിലാകുന്ന, അവർക്കറിയുന്ന വിധത്തിൽ അറബിയിൽ എന്തൊക്കെയൊക്കെ ഉച്ചരിച്ച് കളിക്കുന്നില്ലെങ്കിൽ, ഖുർആൻ മുസ്ഹഫ് തുറന്ന് പാരായണം ചെയ്യുന്ന ഒരു ഉമ്മയെ ഉപ്പയെ ആ അന്തരീക്ഷത്തെ അവർ കാണുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ബോർഡുകളിൽ എന്തെഴുതി പഠിപ്പിക്കുന്നു എന്നതിനേക്കാൾ വലുത് കുട്ടികൾ ചേർത്ത് വെക്കുന്നത് അവർ അവരുടെ രക്ഷിതാക്കളിൽ നിന്ന് എന്ത് കാണുന്നു എന്നതിനെ കുറിച്ചാണ്. ആ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മൾ നല്ല മാതൃകയാകുന്നിടത്ത് മാത്രമേ അവരിൽ നല്ല സമീപനങ്ങൾ ഉണ്ടാകൂ. അല്ലാതെ ഒരു അത്ഭുതവും സംഭവിക്കില്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മുടെ കുട്ടികളിൽ ഏതെല്ലാം നിലക്ക് തിന്മകളുണ്ടോ അതിൻ്റെ ഒക്കെ ഒരു സ്വാധീനത്തിന്റെ പൊട്ട് തീർച്ചയായും മാതാപിതാക്കളിൽ നിന്നുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല മാതൃകാപരമായ സമീപനം സ്വീകരിക്കുക എന്നതാണ് നല്ലൊരു സന്താനത്തെ കിട്ടുക എന്നതിൻ്റെ ആദ്യത്തെ പടി എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ വിധത്തിൽ തന്നെ ഇങ്ങോട്ട് വന്നാൽ നമ്മൾ അവരുടെ ഈ ഒഴിവുകാലത്തെ സംബന്ധിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടാകണം. സെൽഫുകൾ പറയുമായിരുന്ന ഒരു വാചകം നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും: ഒഴിവ് സമയത്തെ ഏതെങ്കിലും ഒരു നിലക്ക് ഉപയോഗപ്പെടുത്താതെ വെറുതെ ആ സമയത്തെ കളഞ്ഞു കുളിക്കുന്നവരെ സംബന്ധിച്ച് വലിയ ആശ്ചര്യം സെൽഫുകൾ പങ്കുവെക്കുമായിരുന്നു. അവർ ദുനിയാവിലും ആഖിറത്തിലുമുള്ള ഉപകാരം കിട്ടുന്നത് ഒന്നുമില്ല അവർ ചെയ്യുന്നത്. അവരിങ്ങനെ വെറുതെ അവരുടെ സമയം ഒഴിച്ചു തീർക്കുന്നു. നമ്മൾ സാധാരണ നമ്മുടെ ഭാഷയിൽ പറയാറുണ്ട്, ഒയന്ന് നമ്മുടെ സമയം തീർക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് സമയത്തിന്റെ വില മനസ്സിലാകാഞ്ഞിട്ടാണ്. അത് വളരെ ആക്ഷേപ സ്വരത്തിൽ മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തിരിച്ചറിയണം. ഈ ഒഴിവ് സമയത്തെ നമ്മുടെ കുട്ടികൾ ഇടപഴകുന്നിടത്ത് കൃത്യമായ ധാരണ നമുക്കുണ്ടാകേണ്ടത്, ഒന്ന്, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മളടക്കമുള്ള ആളുകൾ അവരെ ഏറ്റവും കൂടുതൽ അവരുടെ സമയത്തെ കെട്ടിയിടാൻ പരിശ്രമിക്കുന്നതും, പിന്നെ സ്വാഭാവികമായും അവർ വളർന്നു വന്ന സാഹചര്യമൊക്കെ വിരൽ ചൂണ്ടി നിൽക്കുക. ഏറ്റവും പെട്ടെന്ന് അവർ നമ്മുടെ ഫോണിലും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും മറ്റൊക്കെ ആയിരിക്കും ഈ സമയത്തെ വിഹരിക്കാൻ വേണ്ടി സ്വാഭാവികമായും തിരഞ്ഞെടുക്കുക.
അത് വലിയ കെണിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. 16 വയസ്സിന് താഴേക്കുള്ള കുട്ടിക്ക് ഒരു കാരണവശാലും ഇത്തരം ഗാഡ്ജറ്റ്സ് കൊടുക്കാൻ പാടില്ല. പ്രത്യേകിച്ചും അവർ ഈ മൊബൈൽ ഫോണും മറ്റു സംഗതികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയുടെ പരിസരത്തേക്ക് അവരെ അടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മിമ്പറുകളിൽ നിന്ന് മാത്രമല്ല, മറിച്ച് വിദ്യാർത്ഥികളുടെ ബാല്യവും കൗമാരവും ക്രിയാത്മകമായി വളരണമെന്ന് ചിന്തിക്കുന്നവർ അക്കാദമികമായി തന്നെ ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ലോകത്തെ മുന്നോട്ട് നിൽക്കുന്ന വികസിത രാജ്യങ്ങളെല്ലാം 16 വയസ്സിന് താഴേക്കുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ രൂപത്തിലേക്ക് ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. നമ്മൾ കുട്ടികളെ ഇപ്പം ഇങ്ങനെ പരിശീലിപ്പിക്കുന്നത് അവർ മൊബൈൽ ഫോണും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ തുടങ്ങി ബ്ലോഗിങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മൾ കുട്ടികളെ. അവരിൽ ക്രിയാത്മകമായി കുറെ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് പതിയിരിക്കുന്ന അപകടങ്ങളെ കുറിച്ച് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത് പിന്നെ വളരെ ഒറ്റവാചകത്തിൽ ഇതിന്റെ അപകടത്തെക്കുറിച്ച് സൂചിപ്പിച്ചാൽ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഒരു കാര്യം ആസ്വാദനമാണെങ്കിൽ പോലും വാങ്ങിക്കൊടുക്കാത്തവരാണ്. അല്ലെ, ചെറിയ അത് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് ഭയങ്കരമായ അപകടം കുട്ടികളിൽ ഉണ്ടാക്കുമെന്ന് ശാസ്ത്രീയമായി സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണെങ്കിൽ വില കുറവാണെങ്കിലും അത് നല്ല ആസ്വാദനം ഉണ്ടെങ്കിലും നമ്മളെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കില്ല. കാരണം അത് ഉണ്ടാക്കുന്ന പ്രതിഫലനത്തെ കുറിച്ച് ബോധമുള്ള രക്ഷിതാവ് അങ്ങനെ ചെയ്യൂ. എന്നാൽ ഇത് ഉണ്ടാക്കുന്ന പ്രതിഫലനത്തെ കുറിച്ച് നമ്മൾ അത്ര കണ്ട് ബോധവാന്മാരല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ തിന്നാനും കളിക്കാനും ഉറങ്ങാനും ഒക്കെ നമ്മുടെ മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മൊബൈൽ ഫോൺ ആണെങ്കിലും അതിലുള്ള സാങ്കേതിക വിദ്യകളാണെങ്കിലും ഒക്കെ നമ്മുടെ ജീവിതത്തെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഓഫ് കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് മൊബൈൽ ഫോൺ. അല്ലെ, നമ്മൾ വാഹനം ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലത്തേക്ക് പെട്ടെന്ന് എത്താൻ സാങ്കേതികമായ സൗകര്യം നൽകും, ഉപകാരം നൽകും നമ്മൾ വാഹനം ഉപയോഗിക്കും. ആ വാഹനം എപ്പോഴും നമ്മുടെ നെഞ്ചത്ത് നമ്മൾ കൊണ്ടെടുക്കാറില്ല. വാഹനം നമ്മുടെ വീട്ടിലെത്തിയാൽ ആ കീ വെക്കേണ്ട ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി വെക്കും. എല്ലാ ഉപകരണത്തെയും അത് നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ മൊബൈൽ ഫോണോ വലിയവരോ ചെറിയവരോ വ്യത്യാസമില്ലാതെ അതൊരു സമയത്തോ ആവശ്യമുള്ള സമയത്തോ അല്ല, മുഴുവൻ സമയവും നമ്മൾ ഈ സംഗതി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മൊബൈൽ ഫോണിനെ അല്ല, മൊബൈൽ ഫോൺ നമ്മളെയാണ് ഉപയോഗിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കുട്ടികളിൽ അപാരമായ ക്രിയാത്മക ശേഷിയെ തകർത്ത് കളയുകയും അവരുടെ ചിന്താശേഷിയെ സ്വാധീനിക്കുകയും വൃത്തികേടുകൾ കാണുന്നതിന് ഉളുപ്പില്ലായ്മ വർദ്ധിപ്പിക്കുകയും ചെയ്ത് വളരെ അപകടകരമായ കാര്യങ്ങളിലേക്ക് ഈ സംഗതി എത്തിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് ഈ ഉപയോഗത്തിൽ വളരെ കൃത്യമായ ധാരണകൾ വെച്ചു പുലർത്തി കുട്ടികളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഈ 2 മാസം കൊണ്ട് വലിയ തിന്മയുടെ തുരുത്തിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തുമെന്നതിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടാകണം. ആ സമയത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കുട്ടികളെ നമ്മൾ ഉപദേശിക്കണം. അതിനുവേണ്ട സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ കുട്ടികളുടെ ഈ ഒഴിവ് സമയത്തിൽ അവർക്ക് ദീന് പഠിക്കാൻ സമയം ഉണ്ടാകണം. ഖുർആൻ ഓതാൻ, ദീന് പഠിക്കാൻ, ധാർമ്മികതയെ കുറിച്ച് കേൾക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ, അവരുടെ കഴിവുകൾ അത് ഭൗതികവും പാരത്രികവുമായ കാര്യങ്ങളെ വളർത്തിയെടുക്കാനൊക്കെയുള്ള സംവിധാനങ്ങൾ വീട്ടിൽ ഒരുക്കി കൊടുക്കുകയും അതിനുള്ള പ്രോത്സാഹനങ്ങൾ ഒരുക്കി കൊടുക്കാനും രക്ഷിതാക്കളെ നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനേക്കാളൊക്കെ പ്രധാനം നമ്മുടെ ഏറ്റവും നല്ല സമയത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് പറ്റണം. പലപ്പോഴും ഈ കുട്ടികൾ മാത്രമല്ല, മൊബൈൽ ഫോണും അതിന്റെ സോഷ്യൽ മീഡിയ ഉപയോഗം നമ്മുടെ കുടുംബത്തെ ഒന്നാകെ ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടത് നമ്മൾ കൊടുക്കുന്ന കളിപ്പാട്ടത്തെക്കാളും വലുത്, നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ഭക്ഷണത്തെക്കാളും വലുത്, നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രങ്ങളെക്കാളും വലുത് ബാല്യത്തിലും കൗമാരത്തിലുമുള്ള കുട്ടികൾ ആഗ്രഹിക്കുന്നത്, അവർക്ക് വേണ്ടത് നമ്മുടെ സമയത്തെയാണ്. ഈ ശബ്ദം കേൾക്കുന്ന വിശ്വാസികളായ രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം നമ്മുടെ കുട്ടികളുടെ കൂടെ ചെലവഴിക്കാൻ നമ്മൾ കണ്ടെത്തുന്നുണ്ടോ? അതിന് ഉത്തരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ വലിയ പ്രതിസന്ധി എന്താന്ന് ചോദിച്ചാൽ കുട്ടികൾ നമ്മളോട് അടുക്കില്ല, നമ്മളോട് തുറന്ന് സംസാരിക്കില്ല, നമ്മളോട് ഇടപഴകുകയില്ല. നമ്മുടെ സംസാരം ആവശ്യത്തിനും അല്ലെങ്കിൽ വളരെ കൃത്യമായ പാക്ഡ് സംസാരമാണ് കുട്ടികളോട് നമ്മൾ നടത്തുക. അല്ലെ, ചീത്തറിയാനും നിർദ്ദേശിക്കാനും മാത്രം നമ്മൾ കുട്ടികളോട് സംസാരിക്കുകയും നല്ല സമയം കുട്ടികളോടൊത്ത് ചെലവഴിക്കുകയും ചെയ്യാത്തവരാണ് നമ്മളെങ്കിൽ ആ കുട്ടികൾ വിശ്വാസപൂർവ്വം നമ്മളെ എടുത്ത് പുറത്തെന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാൽ, പുറത്താരെങ്കിലുമൊക്കെ അവരെ വഴികേടിലേക്ക് ക്ഷണിച്ചാൽ അത് ജാഗ്രതയോടുകൂടെ എൻ്റെ ഉപ്പയോട് ഒന്നാമത് പോയി പറയണം, ഞാൻ എൻ്റെ ഉമ്മയോട് പങ്കുവെക്കണമെന്ന ചിന്ത കുട്ടിക്കുണ്ടാകില്ല. മാത്രമല്ല ആ കുട്ടികൾക്ക് നമ്മുടെ സമയം കൊടുത്തിട്ടില്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയ പ്രയാസം മറ്റൊന്നെന്താന്ന് വെച്ചാൽ വാർദ്ധക്യത്തിൽ നമ്മുടെ മക്കളുടെ സമയം കുറച്ചല്പം നമുക്ക് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് കുട്ടികൾ നമ്മളെ തിരിഞ്ഞു നോക്കില്ല. അതായിരിക്കും അതിന്റെ പരിണിതമായ അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ നല്ല സമയത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ ഈ അവധിക്കാലത്ത് പ്രത്യേകിച്ചും
അവരുടെ മുഴുവൻ സമയവും അവരൊഴിഞ്ഞു തിരിക്കുന്ന ഘട്ടത്തിൽ എല്ലാ ദിവസത്തിലും ആഴ്ചയിലും മാസത്തിലുമൊക്കെ നമ്മുടെ നല്ല സമയം, എല്ലാ പണിയും കഴിഞ്ഞ് ഉറങ്ങാൻ വേണ്ടി നമ്മളെല്ലാ മൂടുമൊക്കെ കഴിഞ്ഞ് എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന സമയത്ത് 10 മിനിറ്റ് സംസാരിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. യാത്രകൾ നടത്തണം, ഒഴിഞ്ഞിരിക്കണം, അവരോട് സംസാരിക്കണം, തലോടണം. അങ്ങനെ തലോടുന്ന കരങ്ങൾക്ക് മാത്രമേ അവരെ ശിക്ഷിക്കാനും അവരെ ശിക്ഷണത്തിനുമുള്ള അർഹതയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ഇടപെടാൻ പറ്റണം. ഇതൊക്കെയും മുൻഗാമികളുടെ പ്രവാചകന്മാരുടെ ഒക്കെ അധ്യാപനങ്ങളിൽ നിന്ന് മക്കളുള്ള ബാധ്യതയിൽ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ് എന്ന തിരിച്ചറിവിൽ ഈ അവധിക്കാലത്തെ നമ്മളും നമ്മളെ കുടുംബത്തെയും ഒക്കെ ഏറ്റവും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ വേണ്ട വഴികളെ കുറിച്ച് ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ യാ അയ്യുഹന്നാസ് ഊസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് നമ്മുടെ ആയുസ്സിനെ കുറിച്ചും സമയത്തെക്കുറിച്ചും ചോദിക്കുകയും തൃപ്തികരമായ മറുപടി അള്ളാഹുവിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യാതെ ഒരാൾക്കും അവരുടെ കാലടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല എന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, രക്ഷിതാക്കൾ എന്ന നിലക്ക് നമ്മളും നമ്മുടെ സമയത്തെ വിനിയോഗിക്കുന്നിടത്ത് കൃത്യമായ ഒരു ധാർമ്മിക ബോധം നമുക്കുണ്ടാകണം. ഒന്ന്, അനാവശ്യമായ കാര്യങ്ങൾക്ക് നമ്മുടെ സമയം വൃഥാവിലായി കുറെ ചെലവഴിക്കുന്നില്ല. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നിടത്തും മറ്റുമൊക്കെ അനാവശ്യമായി ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കുന്നില്ല എന്ന് കൃത്യമായി ഉറപ്പ് നമുക്ക് വരുത്താൻ പറ്റണം. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശം കൂടെയാണ്. നമ്മുടെ കാഴ്ചകളെക്കുറിച്ചും നമ്മുടെ കേൾവിയെക്കുറിച്ചുമൊക്കെ അള്ളാഹു ചോദിക്കും. ലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എല്ലാ അവയവങ്ങളെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. പ്രത്യേകിച്ച് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ, നിങ്ങൾ എന്ത് കേട്ടു, നിങ്ങൾ എന്ത് കണ്ടു, നിങ്ങൾ എന്തിനെ കുറിച്ച് ചിന്തിച്ചു, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, അതിനെക്കുറിച്ചൊക്കെ അല്ലാഹു നമ്മളോട് ചോദിക്കും. ആ ചോദ്യത്തിൽ നിന്ന് നമ്മുടെ ജോലി സമയം ഒഴിവല്ല, നമ്മുടെ ആരാധനാ സമയം ഒഴിവല്ല, നമ്മുടെ കുടുംബത്തിന്റെ കൂടെയുള്ള സമയം ഒഴിവല്ല, നമ്മുടെ ഒഴിവ് സമയവും അതിൽ നിന്ന് മുക്തമല്ല. അല്ലെ? ഒഴിവ് സമയമാകുമ്പോൾ പിന്നെ എന്തും കാണാം, എന്തും നമ്മുടെ സമയത്ത് ചെലവഴിക്കുക, അങ്ങനൊന്നുമില്ല. ഇതിപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് കുറെ കാര്യങ്ങൾ ദീനിൽ ഹലാലാകുന്നില്ല. എല്ലാ കാലത്തും, അത് പള്ളിയിലാണെങ്കിലും റമദാനിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ജുമാക്ക് വരുമ്പോഴാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും ഒക്കെ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, നിങ്ങൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെ കുറിച്ച് അള്ളാഹു നമ്മളോട് ചോദ്യം ചെയ്യുമെന്ന ധാരണ അത് നമ്മൾ കൈവിടാതെ സൂക്ഷിക്കണം. അതേ കാര്യം നമ്മുടെ കുട്ടികൾക്കും പകർന്നു കൊടുക്കണം എന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. പ്രത്യേകിച്ചും ഈ അവധിക്കാലത്ത് നമ്മൾ വളരെ പ്ലാൻഡ് ആയി അത്തരം കാര്യങ്ങളിലേക്ക് കുട്ടികളെ ഡൈവേർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയ നഷ്ടമായി ഈ സമയം അങ്ങനെ ചെലവഴിച്ചു പോകും. അത് നമുക്ക് തന്നെയും ഉപകാരപ്പെടാത്ത രൂപത്തിൽ, അല്ലെങ്കിൽ നമുക്ക് പാരത്രികമായ ലോകത്തും ഇവിടെയുമൊക്കെ പ്രതികൂലമായി വരുന്ന രൂപത്തിൽ അത് സംഭവിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ അവധിക്കാലത്തിൽ കുട്ടികൾക്ക് പ്രാദേശികമായും അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികൾ മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യുമെന്ന ചോദ്യത്തിനൂടെ നമ്മൾ ഉത്തരം കണ്ടെത്തണം. അതിനുവേണ്ട പദ്ധതികളൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്തുമുണ്ട്. അതിനെ വളരെ ക്രിയാത്മകമായി സമീപിച്ച് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നമ്മുടെ സന്താനങ്ങൾ കൺകുളിർമയുള്ള സന്താനങ്ങളാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവെ, പരലോകത്തും അതുപോലെ തന്നെ ദുനിയാവിലും ഞങ്ങൾക്ക് സന്തോഷവും ഇഷ്ടവും പ്രതിഫലവും ഒക്കെ ലഭിക്കുന്നവരാക്കി ഞങ്ങളുടെ സന്താനങ്ങളെ നീ തീർക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മാതാപിതാക്കളോട് ബാധ്യത നിറവേറ്റുന്ന സന്താനങ്ങളാക്കി നീ ഞങ്ങളെയും മാറ്റി തീർക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ നിന്റെ മഹത്തായ ഫള് കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ, അള്ളാഹുവെ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈമാനോടെ സ്വബറോടെ പരീക്ഷണങ്ങൾ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. സ്വർഗീയമായ അനുഭൂതികൾ പ്രവാചകന്മാരുടെ സിദ്ദീഖുകളുടെ ശുഹദാക്കളുടെ കൂടെ ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്ത് രക്ഷിക്കണം റഹ്മാനെ. സഹോദരങ്ങൾ, ഒരു കാര്യം ഉണർത്താൻ വിട്ടുപോയത്, നമ്മളിപ്പോൾ ഷവ്വാലിലേക്ക് പ്രവേശിച്ചു. അടുത്ത ദിവസങ്ങളിലായി തന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട യാത്രയും മറ്റൊക്കെ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ പരിചയത്തിലും മറ്റുമൊക്കെ ഹജ്ജിന് വേണ്ടി പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഉണ്ടാകും. അത് പ്രവാചകന്റെ സുന്നത്തിനോട് യോജിക്കുന്ന വിധത്തിൽ ഒരു അപാകതകളൊന്നും വരാതെ
ജീവിതത്തിൽ വലിയ എഫേർട്ട് എടുത്ത് പോകുന്ന ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്ന ഹജ്ജിനെ മാറ്റി തീർക്കാൻ കൃത്യമായ ധാരണ ആളുകൾക്ക് ഉണ്ടാകണം. അതിന് നമ്മുടെയൊക്കെ പരിചയത്തിൽ ഹജ്ജിന് പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഹജ്ജ് പഠന ക്യാമ്പ് ഈ വരുന്ന ഞായറാഴ്ച 5-ാം തീയതി നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടാൽ ലഭിക്കും. അത്തരം പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ആവശ്യക്കാരിലേക്ക് പിന്നെ ഒരു സംഗതി എത്തിക്കണം. പ്രത്യേകിച്ചും വലിയ ചൂഷണങ്ങൾ നടക്കുന്ന മേഖലയാണ് ഹജ്ജിന്റെ മേഖല. പിന്നെ വലിയ ശിർക്കും കുഫറും ഒക്കെ ഇവിടുന്നും തന്നെ ചെയ്യിപ്പിച്ച് അവിടേക്ക് പോയി ഹജ്ജിന്റെ മുഴുവൻ കാര്യത്തെയും ബാത്തിലാക്കി കളയുന്ന രൂപത്തിൽ ചൂഷണം നടക്കുന്ന ഒരു മേഖല എന്ന നിലക്ക് അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ മുക്തമായി സുന്നത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ പ്രാപ്തരാകുമ്പോൾ മാത്രമാണ് ആ ഹജ്ജ് സ്വീകരിക്കപ്പെടുക. ആ നിലക്ക് ഇതിന് ഗൗരവത്തിലെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ വലിവാലിദൈനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വഅമാലനാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്രിമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.